ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത്, രാവിലെ നമ്മൾ ഉമ്മാന്റെ അടുക്കും കണ്ട് കയറി വന്നിനല്ലോ, അപ്പൊ അതേമാതിരി പെരീക്കന്നെ തിരിച്ചു പോവാണ്. രാവിലത്തെ വ്ളോഗിൽ കണ്ട മൊയിന്ത് ഇപ്പോൾ അവിടെ ഇരുന്ന് കരിമ്പ് ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വേറെ പണിയൊന്നും ഇല്ലാന്നാവല്ലോ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ അടുക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ട് കേട്ടാ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടിയിലാണ് നമ്മളെ സമസ്തന്റെ 100ാം വാർഷികത്തിന്റെ പോസ്റ്റർ കണ്ടത് കേട്ടാ. സമ്മേളനം കഴിഞ്ഞിട്ട് ഒരു മാസാവാനായില്ലേ. അതിന്റെ ശേഷം നമ്മളൊരു സൈഡ് നോക്കിയപ്പോഴാണ് അന്വേഷകരുടെ ക്ലബിൽ കുറെ കപ്പുകൾ ഇങ്ങനെ നിരത്തി വെച്ചിക്കണത്. അതിന്റെ അടുത്ത് തന്നെ വേറെയും കുറെ ക്ലബ്ബുകളുണ്ട് കേട്ടാ. ഏത് ക്ലബ്ബ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാ ക്ലബിലും നല്ല കപ്പുകൾ. അങ്ങനെ നമ്മൾ മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ സ്മാരക ബസ് സ്റ്റോപ്പിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത് കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നമ്മൾ കാത്തുക്കൽ തുടങ്ങിയിട്ട് കുറെ നേരം, ഇതേരെ ഒരു ബസ് പോയിട്ട് ഒരു എറുമ്പ് പോലും തീ കൂടി പോയിട്ടില്ല. അങ്ങനെ നമ്മൾ കുറെ നേരം കാത്തുന്നപ്പോ ബസ് വന്നിട്ടാ. ഏതാ ബസ് നോക്കാണ് നിങ്ങള്, പേര് നോക്കാണ് അമീന്. എന്താ ചെയ്യാ, അഭിമാന നിമിഷങ്ങൾ. ബസ്സിന് നല്ലൊരു പേരിട്ടാണ് ബസ്സിൽ കൊടുന്ന് വെച്ചിക്കണ്, ചട്ടിയും കൈക്കോട്ടും. എല്ലാം ഈ ബംഗാളികളെ പറഞ്ഞാൽ മതി മോയിന്താള്. രാവിലെ ബസ് കയറിയപ്പോ കാലുത്താൻ സ്ഥലം ചെയ്യണി, ഇപ്പോഴോ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. എന്താ ഈ എല്ലാ ബസ്സിലും ഇതേമാതിരി ഒരു ടയറ്. എനിക്കറിയാത്തോണ്ട് ചോദിക്കാട്ടെ, ബസ് കയറി ശീലമില്ല. ആ കണ്ടക്ടർ നിക്കണോക്കാ നിങ്ങള്, കാല് തവള പൊയിങ്ങിയ മാതിരില്ലേ. പാവാണ്, ഞാൻ കുറ്റം പറയണോണ്ട് ഒന്നും വിചാരിക്കരുത്. അയാളത് കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മളെ ചെമ്മാട് ഹൈലൈറ്റ് മാള് വരുന്നുണ്ടല്ലേ, ഞാനിപ്പോഴാ കണ്ടത്. ഏതായാലും പരിപാടി നടക്കട്ടെ. അങ്ങനെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോ എല്ലാരും ഇറങ്ങി പോയിട്ട ബസ്സിന്ന് ആരുമില്ല. ഞാനും പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒറ്റയ്ക്ക് ഇങ്ങനെ ചടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. അങ്ങനെ നമ്മളെ ബസ് നേരെ ചമ്മാട് ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാൻ പോവാണ് ഇപ്പോ. അങ്ങനെ ചമ്മാട്ടിൽ നിന്ന് നമ്മൾ വെന്നൂർക്ക് പോകാൻ വേണ്ടി വേറെ ബസ് കയറിയിട്ട്, ആ ബസ് നോക്കാൻ നിങ്ങൾ ഫുള്ള് DJ. വെന്നൂർക്ക് നമുക്ക് ആയത് 20 റുപ്യ ആദ്യം കൊടുത്ത് ബാക്കി 7 റുപ്യ തന്ന്. എത്ര ആയി നിങ്ങൾ കമന്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ റോഡ് മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ റോഡ് മുറിച്ചടന്ന് ഫുട്പാത്തും കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കട്ടെ. അപ്പൊ അങ്ങനെ നമ്മൾ ഭാരതിന്റെ അവിടെ എത്തിയിട്ടാ. ഭാരതിക്ക് നമുക്കൊന്ന് കയറേണ്ട ആവശ്യമുണ്ട്. നമുക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട്. കാര്യമായിട്ടൊന്നും വാങ്ങാനില്ല. എന്റെ ഫേവറേറ്റ് ആയ ന്യൂഡിൽസ് വാങ്ങാനാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മൾ പോയി ന്യൂഡിൽസിന്റെ സെക്ഷനിൽ എത്തിയിട്ടാ. ഏത് ന്യൂഡിൽസ് എടുക്കുന്ന കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കാണ്. എന്നെടുക്കല്ല 20 റുപ്യേന്റെ ന്യൂഡിൽസ് ആണ്. അപ്പൊ അതന്നെ ഒന്ന് മാത്രം എടുത്താ എനിക്ക് എവിടേക്കും എത്തൂല. അതുകൊണ്ട് 2-3 എടുത്തിട്ടാ. അങ്ങനെ സാധനം ബില്ലടിച്ച് 57 റുപ്യ ആയിട്ടാ. ഇനി നമ്മള് സാധനമായിട്ട് പെരീക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ. അപ്പൊ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ടേ.